നമ്മുടെ ചുറ്റുപാടുകളിലുള്ള നിരന്തരമായ പ്രശ്നങ്ങളിൽപ്പെട്ടാണ് ഈ വഴിത്തർക്കങ്ങൾ. വഴിത്തർക്കങ്ങളെക്കാൾ എന്നുള്ളതിനേക്കാൾ ചിലപ്പോൾ ഒരാളുടെ അവകാശം തന്നെയായിരിക്കും, അയാളുടെ പേരിലുള്ള വഴിയായിരിക്കും. മറ്റൊരാൾക്കത് വിട്ടുകൊടുക്കുന്നതിന് ഈ അടുത്തൊരു സുഹൃത്ത് വന്ന് പറഞ്ഞിരുന്നു, എൻ്റെ മൂത്താപ്പാടെ കയ്യിൽ നിന്നൊരു 4 അടി വഴി ഒരു എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ പുറകിലുള്ള സ്ഥലത്ത് തന്നെ, വാപ്പാൻ്റെ സ്ഥലത്ത് തന്നെ വീട് കയറ്റാമായിരുന്നു. പക്ഷേ ഒരു ഇഞ്ചിന് ഈ മൂത്താപ്പ സമ്മതിക്കുന്നില്ല. അപ്പം അതിനർത്ഥം വയംന ഊനൽ മാഊൻ, ചെറിയ കൊച്ചു കൊച്ചു ഉപകാരങ്ങൾ പോലും തടയുന്നവർ. ഇയാൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു ചെറിയ 10 അടി വഴിക്ക് കുറുകെ 4 മതിലുകൾ, ഓരോരുത്തർക്കും പോകാനുള്ള വഴികൾ ഓരോരുത്തരും വേർതിരിച്ചിരിക്കുന്നു. അതിൽ 2 പേരുടെ ശാഠ്യം മൂലമാണ് 4 മതിലുണ്ടാവേണ്ടി വന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ മനുഷ്യൻ മരിച്ചിട്ട്, മുസൽമാന്മാരുടെ കാര്യം പോലും അങ്ങനെ, മരിച്ചു കഴിഞ്ഞിട്ട് നാളെ ഖബറിലേക്ക് ഇയാളെ കിടത്തിയിട്ട് അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈഹി, ഖബർ അയാൾക്ക് വിശാലമാക്കി കൊടുക്കണേന്ന് ഇയാൾക്ക് ഒരു തരി സ്ഥലം പോലും വിട്ടുകൊടുക്കൂല എന്ന് പറയുന്ന ഇയാൾക്ക് വേണ്ടി പോലും നമ്മൾ മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതിനുള്ള വിരോധാഭാസം ആലോചിച്ച് നോക്കൂ. മനസ്സ് വിശാലമാക്കിയാൽ മാത്രമാണല്ലോ ജീവിതത്തിൽ ഈ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും മറ്റുള്ളവർക്ക് എന്നാലാകുന്ന ഒരു ഉപകാരം ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റുക. മനുഷ്യനെന്നുള്ള നിലക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ള ഒരവസ്ഥ ഒരാൾക്ക് തിരിയുക.